ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബുഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ SCRT സീരീസിൽ 6ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ ആണെന്ന്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ 1ാമത്തെ ചാപ്റ്റർ എടുത്തിട്ടുണ്ട്, 2 എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് 5ാമത്തെ ചാപ്റ്റർ ആണ്. കാര്യം 3ഉം 4ഉം കുറച്ച് വലിയ ചാപ്റ്റേഴ്സ് ആണ്, നമുക്കത് ഒറ്റയ്ക്ക് എടുക്കണം. ഇതിപ്പോൾ നമ്മൾ മോക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ട് 2ഉം 5ഉം കൂടി കമ്പൈൻ ചെയ്ത് ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 5ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുന്നത്. 2ാമത്തെ ചാപ്റ്ററും വളരെ ചെറിയ ചാപ്റ്ററാണ്, കുറേ കാര്യങ്ങളൊന്നും ഇല്ല പഠിക്കാനായിട്ട്. 5ാമത്തെ ചാപ്റ്ററും എന്താണ്, ഉള്ള കാര്യങ്ങൾ കുറച്ച് നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. പക്ഷേ 3ഉം 4ഉം അങ്ങനെയല്ല, കുറച്ചധികം ടോപ്പിക്കുകൾ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഒറ്റയ്ക്കായിട്ട് തന്നെ നമുക്ക് മോക്ക് ടെസ്റ്റ് ചെയ്ത് തന്നെ പഠിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് പദാർത്ഥങ്ങളുടെ കൂട്ടായ്മ, ഏകദേശം ഒരു കെമിസ്ട്രി സെക്ഷനിലാണ്. കെമിസ്ട്രി ആണ് നമ്മുടെ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത് നോക്കിക്കേ, കണ്ടോ. മിക്സ്ചർ, ഏറ്റവും നിങ്ങൾ മിക്സർ എന്താണ്, മിശ്രിതം എന്താണെന്ന് അറിയാനുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഇതേ ഫ്രണ്ടിൽ ഇരിക്കുന്ന എന്താണ്, ഉണ്ടോ, മിക്സർ എന്താണ് നോക്കിക്കേ. ഇതെന്തിനാ പല വസ്തുക്കൾ ഈ പലഹാരത്തിൽ കൂട്ടിക്കലർത്തിയിരിക്കുന്നത്. ഇതിൽ ചിലത് എനിക്ക് തീരെ ഇഷ്ടമല്ല. പലഹാരത്തിന്റെ ഈ പ്രത്യേകതയാണ് ഇതിന്റെ പേരായിട്ട് മാറിയത്, അല്ലെ. ഒത്തിരി സാധനങ്ങളുടെ കൂട്ടമാണത്, അല്ലെ, മിക്സർ എന്ന് പറയുന്നത്. നമ്മൾ മിക്സ്ചർ ശരിക്കും എന്താണ്, മിക്സ്ചർ ആണ്, അല്ലെ. കുറെ സാധനം കൂടി മിക്സ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന സാധനമാണ് നമ്മൾ ഈ കഴിക്കുന്ന മിക്സർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നോക്കിക്കേ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല പല കാര്യങ്ങളിൽ നമ്മൾ ഇതേപോലെ മിക്സിങ് നടത്തുന്നുണ്ട്. ഇപ്പൊ ഈ പറയുന്ന കോൺക്രീറ്റ് ആയിക്കോട്ടെ, സിമെന്റും കല്ലും മണ്ണും അല്ലെ, മറ്റേ എല്ലാം കൂടിയാണ് മിക്സ് ചെയ്തുണ്ടാക്കുന്നത്. കമ്പോസ്റ്റ് ആയിക്കോട്ടെ, ചാണകം, മണ്ണ്, അതേപോലെ വളങ്ങൾ എല്ലാം കൂടി. അപ്പൊ പല പല സാധനങ്ങളെ കൂട്ടിച്ചേർത്താണ് നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് ഇവിടെ പഠിക്കാനുള്ള കണ്ട അതിനുള്ള എക്സാമ്പിൾസ് ആണ് പറയുന്നത്. സാലഡ് എന്ന് പറയുന്നത് ഒത്തിരി സാധനങ്ങൾ കൂട്ടിച്ചേർത്തല്ലേ സാലഡ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതാണ് നമ്മൾ പറയുന്നത്. ഒന്നിലധികം വസ്തുക്കൾ ചേർത്തുണ്ടാക്കുന്ന പദാർത്ഥങ്ങളെയാണ് മിശ്രിതങ്ങൾ അഥവാ മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. എന്താണ്, ഒന്നിലധികം വസ്തുക്കൾ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളാണ് മിശ്രിതങ്ങൾ. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ മിശ്രിതങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് പറയുകയാണ്. നമുക്ക് അവിടെയൊന്നും വലിയ കാര്യമായിട്ട് പഠിക്കാനായിട്ടില്ല. പൊട്ടാസ്യം പെർമാംഗനേറ്റ് കണ്ടോ, ദ്രാവകത്തിൽ ഖരവസ്തുക്കൾ അലിഞ്ഞു ചേർന്ന മിശ്രിതങ്ങളുണ്ട്. അതായത് ഉപ്പുവെള്ളം, നമ്മുടെ പഞ്ചസാര വെള്ളം, പഞ്ചസാര എന്ന് പറയുന്ന ഒരു ഖരവസ്തുവാണ്. അത് നമ്മുടെ ദ്രാവകത്തിൽ ലയിച്ചുണ്ടാക്കുന്നുണ്ട്. ഖരവസ്തുവും റവയും ഉപ്പും കലർത്തി നമ്മളൊരു മിശ്രിതം ഉണ്ടാക്കുന്നു. നമ്മൾ പുട്ടിന് എന്താണ്, പൊടി കുഴക്കുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, രാവിലെ അമ്മയല്ല, ഇപ്പൊ നമ്മളാണ് പൊടി കുഴക്കുന്നത്. പൊടി കുഴക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പും അല്ലെങ്കിൽ എന്താ ഇത്തിരി വെള്ളമൊക്കെ ഒഴിക്കും, അല്ലെ. അപ്പൊ എന്താ, പല സാധനങ്ങൾ ചേർന്ന്. അപ്പോൾ അവിടെ എന്താണ്, ഖരവസ്തുവും ചേർന്നിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. അതേപോലെ ഒന്നിൽ കൂടുതൽ ഖരവസ്തുക്കൾ ദ്രാവകത്തിൽ ലയിച്ചു ചേർന്നുണ്ടാവുന്ന മിശ്രിതങ്ങളുണ്ട്. ഓക്കെ. അപ്പൊ എന്താണ്, പൊട്ടാസ്യം പെർമാംഗനേറ്റും ഉപ്പും വെള്ളത്തിൽ ലയിച്ചത്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഖരവസ്തുവാണ്. ഉപ്പെന്ന് പറയുന്ന ഒരു ഖരവസ്തുവാണ്. ഉണ്ടോ. ഇനി നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് കണ്ടോ, എന്തൊക്കെയാണ് ഖരദ്രാവക ലായനി എന്ന് പറയുന്നത്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി, ഉപ്പ് വെള്ളം, പഞ്ചസാര വെള്ളം ഒക്കെ ഖരദ്രാവകമാണ്. ദ്രാവകത്തിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് വിനാഗിരി എന്ന് പറയുന്നത്. വിനാഗിരി എന്ന് പറയുമ്പോൾ എന്താണ്, ദ്രാവകമാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇപ്പൊ നമ്മുടെ സോഡാ സർബത്ത്, അല്ലെ. ഇപ്പൊ എന്താ ചെയ്യുന്നത്, സോഡയും കൊണ്ട് അതിനുള്ളിൽ എന്ത് നമ്മൾ ഒഴിക്കുന്നുണ്ട്, അതിനുള്ളിലേക്ക് നമ്മൾ കുറച്ച് സർബത്ത് എന്തെങ്കിലും ഒഴിക്കുമ്പോൾ അതെന്താ, ദ്രാവകമായി. വാതക ദ്രാവകത്തിന് എക്സാമ്പിൾ എന്താണ്, ഏറ്റവും വലിയ എക്സാമ്പിൾ സോഡ എന്ന് പറയുന്നത്, സോഡ വെള്ളത്തിൽ എന്താണ്, കാർബൺ ഡൈ ഓക്സൈഡിൽ ലയിപ്പിച്ചാണ് നമ്മൾ സോഡ ഉണ്ടാക്കുന്നത്. വാതക ലായനിയാണ് എന്ത്, നമ്മുടെ വായു എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ പല ടൈപ്പ് മിശ്രിതങ്ങളെ പറ്റിയാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ലായനികളിലെ വൈവിധ്യത്തെ പറ്റിയാണ് പറയുന്നത്. വാതകം ഖരപദാർത്ഥങ്ങളിൽ ലയിച്ചുണ്ടാകുന്ന ലായനികളും ഖരപദാർത്ഥം മറ്റൊരു ഖരപദാർത്ഥത്തിൽ ലയിച്ചുണ്ടാകുന്ന ലായനികളുമുണ്ട്. നോക്കിക്കോ, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. പലേഡിയം എന്ന ഖരവും ഹൈഡ്രജൻ എന്ന വാതകവും ചേർന്നുണ്ടാകുന്ന ലായനി ഒരു ഖരവാതക ലായനിയാണ്. അപ്പൊ ചിലപ്പോൾ ചോദിക്കാം, താഴെ തന്നിരിക്കുന്നതിൽ ഖരവാതക ലായനി ഏത്. അപ്പൊ പലേഡിയം പ്ലസ് ഹൈഡ്രജൻ എന്നൊക്കെ പറഞ്ഞു തരും. അപ്പൊ പലേഡിയം എന്താണെന്നൊക്കെ നമുക്ക് അറിയണ്ടേ. അപ്പൊ പലേഡിയം എന്ന് പറയുന്ന ഒരു ഖരമാണ്, ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഒരു വാതകമാണ്. അത് രണ്ടും കൂടി കൂടിച്ചേരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഖരവാതക ലായനി കിട്ടും. ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്വർണം എന്തൊക്കെയാണ്, പിച്ചളയുണ്ട്, വെങ്കലം തുടങ്ങിയ ലോഹസങ്കരങ്ങൾ മറ്റൊരു ഖരം, അല്ലെ, ലയിച്ച ലായനികളാണ്. എന്തൊക്കെയാണ്, നമ്മൾ സ്വർണം ഉണ്ടാകും, പ്യുവർ ഗോൾഡ്. അക്കൂട്ടത്തിൽ നമ്മൾ എന്ത് ചേർക്കുന്നുണ്ട്, പിച്ചള ചേർക്കുന്നുണ്ട്, വെങ്കലം ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്താണ് ഈ പറയുന്ന 916 എന്ന് പറയുന്നത് വരുന്നത്. ഉണ്ടോ. 1000 ഗ്രാം സ്വർണം ഉണ്ടാക്കാൻ 916 ഗ്രാമും സ്വർണവും മറ്റ് 84 ഗ്രാം മറ്റ് ലോഹങ്ങളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ പറയുന്ന 916 ഗോൾഡ് എന്ന് പറയുന്നത്. ഇതും ഒരു ഖരലായനിയാണ്.
ഇതെല്ലാം ലയിപ്പിച്ചാണ് ഇത് മിക്സ് ചെയ്യുന്നത്. അപ്പൊ എന്താ നമ്മൾ അറിയേണ്ടത്? അപ്പൊ എന്താണ് 916? നമ്മൾ എപ്പോഴും പറയല്ലേ ജ്വല്ലറി 916 ആണോ എന്ന് നോക്കണം. എന്താണ് സംഭവം? അതായത് നമ്മൾ 1000 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്രയാണ്? 916 ഗ്രാമും എന്തായിരിക്കണം? സ്വർണ്ണമായിരിക്കണം. ബാക്കി 84 ഗ്രാമാണ് ഈ പറയേണ്ട എന്തൊക്കെയാണ്? വെങ്കലവും അതേപോലെ പിച്ചളയൊക്കെ കൂടിച്ചിട്ടുണ്ട്. അതിന്റെ അളവ് കൂടുന്നതനുസരിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് സ്വർണം പ്യൂരിറ്റി കുറഞ്ഞാണ്, അല്ലെ, ശുദ്ധ സ്വർണ്ണം അല്ല എന്നൊക്കെ നമ്മൾ പറയുന്നത്. സ്വർണത്തിന്റെ പ്യൂരിറ്റി ചെക്ക് ചെയ്യുന്നത് ഈ ഒരു മറ്റു വസ്തുക്കളുടെ അളവനുസരിച്ചിട്ടാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. ഏകാത്മക മിശ്രിതങ്ങളും ഭിന്നാത്മക മിശ്രിതങ്ങളും എന്താന്ന് നോക്കാം. ഉണ്ടോ? പഞ്ചസാര അലിഞ്ഞു ചേർന്ന ലായനി എന്ന് പറയുന്നത് ഏകാത്മക മിശ്രിതമാണ്. പഞ്ചസാരയിട്ട് ഇളക്കി അലിയിക്കാത്ത വെള്ളം എന്ന് പറയുന്നത് ഒരു ഭിന്നാത്മക മിശ്രിതമാണ്. എന്താണ് അതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞുതരാം. ഒരു മിശ്രിതത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേ സ്വഭാവമാണ് ഉള്ളതെങ്കിൽ അതിന് ഏകാത്മകം, ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറയും. ഒരു മിശ്രിതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത സ്വഭാവങ്ങളാണ് ഉള്ളതെങ്കിൽ അത്തരം മിശ്രിതങ്ങളാണ് ഭിന്നാത്മക മിശ്രിതങ്ങൾ. അതായത് നമ്മൾ ഇപ്പോൾ ക്ലാസ്സിൽ ചായ എടുക്കുവാണ്. ആ ചായ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നല്ല രീതിക്ക് പഞ്ചസാരയൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി പഞ്ചസാര മൊത്തം ലയിച്ചേർന്നു. നമ്മൾ ആ ചായ തുടക്കം മുതൽ അവസാനം വരെ കുടിക്കുമ്പോഴും ചായക്ക് ഒരേ മധുരിപ്പായിരിക്കും അറിയുന്നത്. എങ്കിൽ ചില സമയത്ത് എന്താണ്, നമ്മളിവിടെ ചായ എടുത്തു കഴിയുമ്പോഴേക്കും അതിനുള്ളിലേക്ക് പഞ്ചസാര ഇടും. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യും? ആദ്യം കുടിക്കുമ്പോൾ എന്താ മധുരം ഉണ്ടാവില്ല. പക്ഷെ പിന്നെ അങ്ങ് കുടിച്ച് വരുമ്പോഴേക്കും ഇത് പഞ്ചസാരയുടെ അടുക്കും അടിയിലേക്ക് വരും തോറും ഇതിന് മധുരിപ്പ് കൂടി വരും. അപ്പൊ അത് തന്നെയാണ് ഈ പറയുന്നത്. ഏകാത്മകം എന്ന് പറഞ്ഞാൽ അതിന്റെ ഏതൊരു ഡ്രോപ്പ് എടുത്താലും നമുക്കതിന് ഒരേ ടേസ്റ്റ് ആയിരിക്കണം കിട്ടേണ്ടത്. മറ്റേന്ന് പറഞ്ഞാൽ ഒരു ടേസ്റ്റ് മാത്രമല്ല, ഒരേ സ്വഭാവമായിരിക്കണം. മറ്റേന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അതിൽ ഓരോ സ്ഥലത്തും എന്താണ്? വ്യത്യസ്ത സ്വഭാവങ്ങളായിരിക്കും. അതിനെയാണ് നമ്മൾ ഭിന്നാത്മക മിശ്രിതം എന്ന് പറയുന്നത്. അപ്പൊ ഹോമോജീനിയസ് എന്താണ്, ഹെട്രോജീനിയസ് എന്താന്ന് പറഞ്ഞു കണ്ടോ. അപ്പൊ ഉപ്പ് അലിഞ്ഞു ചേർന്ന വെള്ളം എന്തായിരിക്കും? ഹോമോജീനിയസ് ആയിരിക്കും. ഉപ്പിളക്കി അലിയിക്കാത്ത വെള്ളം എന്ന് പറയുന്നത് എന്തായിരിക്കും? അതൊരു ഹെട്രോജീനിയസ് ആയിരിക്കും. കണ്ടോ. ഈ ചോക്കുപൊടിയും വെള്ളവും കലർന്ന മിശ്രിതം ഏകാത്മകമാണോ ഭിന്നാത്മകമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചോക്കുപൊടി എന്ന് പറയുന്ന സാധനം അല്ല കാര്യമായിട്ടൊന്നും ലയിക്കില്ല. നമ്മൾ കുറച്ചു നേരം വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ അടിയിൽ വന്ന് എന്താ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക. അപ്പൊ അതെന്തായിരിക്കും? അതൊരു ഏകാത്മകമായിരിക്കും. മുകളിലേക്ക് എന്തായിരിക്കും? നമുക്ക് കിട്ടില്ല. ഇനി ദേ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പണ്ട് പഠിക്കും, എല്ലാ അയിരികളും ലോഹങ്ങളാണ്, എല്ലാ ലോഹങ്ങളും അയിരികളല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓർമ്മ പഠിക്കത്തില്ലേ? സെയിം കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ പറയുന്നത്. എല്ലാ ധാതുക്കളും അയിരികളാണ്, ലോഹമല്ല ധാതു. അപ്പൊ എന്താ നോക്കിക്കേ, എല്ലാ ലായനികളും മിശ്രിതങ്ങളാണ്, എന്നാൽ എല്ലാ മിശ്രിതങ്ങളും എന്തല്ല? ലായനികളല്ല. ഓക്കെ. ഏതൊരു ലായനി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലീനം, ലയിക്കുന്നത് എന്തോ, എന്തിനെയാണോ നമ്മൾ ലയിപ്പിക്കുന്നത് അതിനെയാണ് നമ്മൾ ലീനം എന്ന് പറയുന്നത്. എന്തിലാണോ നമ്മൾ ലയിപ്പിക്കുന്നത് അതിനെയാണ് നമ്മൾ ലായകം എന്ന് പറയുന്നത്. ഈ ലീനവും ലായകവും കൂടി ചേരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ലായനി കിട്ടുന്നത്. ഇത് നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ലായനി എന്ന് പറയുമ്പോൾ എന്താണ്? ഏതോ 2 സാധനങ്ങൾ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പൊ നമുക്ക് എന്ത് പറയാം? എല്ലാ ലായനിയും എന്താണ്? മിശ്രിതങ്ങളാണ്. എല്ലാ മിശ്രിതങ്ങളും ലായനികളല്ല. അതെ നമ്മൾ പറയുന്ന റവയിൽ നമ്മൾ കുറച്ച് ഉപ്പിട്ട് മിക്സ് ചെയ്തു, അതെന്ന് പറയുന്നത് മിശ്രിതമാണ്. പക്ഷെ അത് വെള്ളമാണോ? ലായനിയാണോ? അല്ല. മിക്സർ എന്ന് പറയുന്നത് നമ്മുടെ മിക്സർ, അതെന്ന് പറയുന്നത് എന്താണ്? അതൊരു മിശ്രിതമാണ്. പക്ഷെ ലായനിയാണോ? അല്ല. അപ്പൊ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കയറി ചോദിക്കാം, എല്ലാ ലായനികളും മിശ്രിതങ്ങളാണ്, എല്ലാ മിശ്രിതങ്ങളും ലായനികളല്ല. ശരിയോ തെറ്റോ ചോദ്യം വരാം. ഓക്കെ. ഇനി നമ്മുടെ ഈ പറയുന്ന മിശ്രിതങ്ങൾ നമ്മുടെ ലൈഫിൽ എങ്ങനെയൊക്കെയാണ് ഉൾപ്പെടുന്നതെന്നാ ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ വായു അല്ലെ, നമ്മൾ ശ്വസിക്കുന്ന നമ്മുടെ വായുവില് എന്താണ് ഏറ്റവും കൂടുതലുള്ളത്? അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് നൈട്രജൻ 78%, കാർബൺ ഡൈ ഓക്സൈഡ് 0.04, ഓക്സിജൻ 21, മറ്റുള്ളവയെല്ലാം കൂടി എത്രയാണ്? 0.96 ആണ്. അപ്പൊ ഈ നമ്മൾ ശ്വസിക്കുന്ന വായുവില് പല സാധനങ്ങളാണ് ഉള്ളത്. അവയുടെ നോക്കിക്കേ, വായു ഒരു മിശ്രിതമാണ്. വായുവിലെ ഘടകങ്ങൾ ഇതേ അളവിൽ നിൽക്കേണ്ടതില്ല. ശ്വസനം, പ്രകാശസംശ്ലേഷണം തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് വായു എങ്ങനെയൊക്കെയാണ്? വായുവിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുകയും ഓക്സിജൻ കുറയുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അല്ലെ, നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് സ്വീകരിക്കേണ്ടത് ഓക്സിജനെയും നമ്മൾ പുറത്തേക്ക് വിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡുമാണ്. അപ്പോൾ ഒരു വായുവില്, നമ്മളിപ്പോൾ ശ്വസിക്കുന്ന ഒരു വായുവില് അതിൽ ഫുൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ അതിൽ 50% കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ എന്താ? നമുക്ക് ശ്വാസം മുട്ടലും നമുക്ക് അസുഖങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുകയിൽ വിവിധ ഇനം വിഷപദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട്.
ഇവ അന്തരീക്ഷ വായുവിൽ കലരുന്നത് വായുവിന്റെ സന്തുലനാവസ്ഥയെ ബാധിക്കുന്നുണ്ട്. മനുഷ്യനുൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു. മനുഷ്യന്റെ ഇടപെടലുകൾ വായുവിലെ ഘടകങ്ങളുടെ സന്തുലനാവസ്ഥയെ ബാധിക്കാതെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത മനസ്സിലായില്ലേ എന്ന്. അതായത് നമ്മൾ പറയും പ്ലാസ്റ്റിക് കത്തിക്കാൻ പാടില്ല എന്ന്. എന്തുകൊണ്ടാണ്? ഈ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഈ പ്ലാസ്റ്റിക്കിൽ നിന്നുണ്ടാകുന്ന വിഷം തന്നെയാണ് അതിൽ നിന്ന് വരുന്നത്. ഇത് നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് വരും. നമ്മുടെ അന്തരീക്ഷത്തിൽ ഓൾറെഡി കുറെ കണ്ടൻസ് ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇതൊക്കെ കൂടി വരുമ്പോൾ എന്താണ്, അത് ശ്വസിക്കുന്ന നമുക്ക് വളരെയധികം അസുഖങ്ങളിലേക്ക് നമ്മളെ നയിക്കും. അതുകൊണ്ടാണ് പ്ലാസ്റ്റിക് കത്തിക്കരുത് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ലീനത്തിന്റെ ഒളിച്ചുകളി. ലീനം, പഞ്ചസാരയിൽ ജലവും പഞ്ചസാരയും ഉണ്ടല്ലോ അല്ലെ. പഞ്ചസാര ലായനി എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ജലം എന്ന് പറയുന്ന ലായകവും ലീനം എന്ന് പറയുന്ന പഞ്ചസാരയും ഉണ്ട്. എന്നാൽ ജലത്തിൽ ലയിച്ചു ചേർന്നപ്പോൾ പഞ്ചസാര നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല അല്ലെ. നന്നായിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കാണാൻ പറ്റില്ല. അവർ എക്സാമ്പിൾ പറയുവാണ്. ഭരണിയിൽ മെറ്റലിട്ട് നന്നായിട്ട് കുലുക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം എന്താണ്? മെറ്റൽ നിൽക്കുന്ന എന്താണ്? അത് നോർമലി നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ ഉള്ളിൽ ലയിച്ച് ചേർന്ന് പോകും? ഇല്ല. ചെറുപയറിട്ട് ഭരണിയിലിട്ട് കുറെ നേരം കുലുക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെയും എന്താണ് ഈ പറയുന്നത്? ലയിച്ചൊന്നും പോകത്തില്ല അല്ലെ. ഇവിടെ പറയുന്നത് വലിയൊരു പ്ലാസ്റ്റിക് ഭരണി എടുത്തിട്ട് കരിങ്കൽ കഷ്ണങ്ങൾ, മെറ്റൽ, ചെറുപയർ, റവ എന്നിവ എടുത്തിട്ട് എന്ത് ചെയ്യാനാ പറയുന്നത്? പ്ലാസ്റ്റിക് ഭരണിയിൽ മെറ്റലിട്ട് നന്നായി കുലുക്കി ഇറക്കുക. മെറ്റലിന്റെ അളവ് മാർക്കർ പേന കൊണ്ട് ഭരണിയുടെ പുറത്ത് അടയാളപ്പെടുത്തണം. ഇതിലേക്ക് ചെറുപയർ ഇട്ട് ഭരണി ഇളക്കുക. ഇതിപ്പോൾ മെറ്റലിന്റെ ഉയരം കൂടിയിട്ടുണ്ടോ? അളവ് പട്ടികയിൽ എഴുതുക. അതായത് സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോ ഒരു അതായത് ഇവിടുത്തെ ഒരു പരീക്ഷണം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യണം? അതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം മെറ്റൽ ഇട്ടിട്ട് നന്നായിട്ട് കുലുക്കി സെറ്റാക്കി വെക്കണം. അപ്പം മെറ്റൽ എന്ന് പറയുമ്പോൾ എന്താണ്? കുറച്ച് കഷ്ണങ്ങളാണെന്ന് വെക്കുക. അതിൻ്റെ അകത്തേക്ക് നമ്മൾ ചെറുപയർ ഇട്ടു. ചെറുപയർ ഇടുമ്പോഴേക്കും എന്താണ്? ചെറുപയർ എന്ന് പറയുന്നത് കുഞ്ഞതാണ് അല്ലേ. അത് ഈ ഗ്യാപ്പിലൊക്കെ അങ്ങ് ഫില്ലായിക്കോളും അല്ലേ. അതിനുശേഷം നമ്മൾ റവ ഇട്ടു. അപ്പൊ എന്ത് ചെയ്തു? അതും എന്താണ്? ഈ ഗ്യാപ്പിലേക്ക് ഫില്ലായിക്കോളും. അല്ലാണ്ട് ഇതിങ്ങനെ പുറത്തേക്ക് തള്ളി വരുമോ? ഇല്ല. അത് തന്നെയാണ് നമ്മളിവിടെ സംഭവിക്കുന്നത്. അതായത് പഞ്ചസാര എന്ന് പറയുന്നത് ഈ വെള്ളത്തിന്റെ ഗ്യാപ്പിലൊക്കെ പോയിട്ട് പഞ്ചസാര അങ്ങ് സെറ്റ് ആയിക്കോളും. അതിനെയാണ് നമ്മൾ ആ ലായനി. അതുകൊണ്ടാണ് ഈ പഞ്ചസാര തരികൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്? കാണാനായിട്ട് പറ്റാത്തത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇനി എല്ലാം ഓർക്കുക. 6ാം ക്ലാസ്സിലേക്ക് ചാപ്റ്റർ ആകുമ്പോൾ കുട്ടികൾക്ക് അത് ആ ഒരു കൺസെപ്റ്റ് എത്താൻ വേണ്ടി എല്ലാം പരീക്ഷണങ്ങളായിരിക്കും കേട്ടോ. നോക്കിക്കേ, നെക്സ്റ്റ് നമുക്ക് പറയുകയാണ് പഞ്ചസാരയുടെ എല്ലാ ഗുണങ്ങളും ഉള്ളതുമായ ഏറ്റവും ചെറിയ കണികയാക്കി മാറ്റുന്നത് സങ്കല്പിക്കാൻ. അതായത് നമ്മൾ പഞ്ചസാര എന്ത് ചെയ്യുന്നുണ്ട്? പൊടിക്കുവാണ്. കണ്ടാ, അതിനെ നമ്മൾ വീണ്ടും പൊടിച്ചു. പിന്നെന്താണ്? അതിനെ വീണ്ടും പൊടിച്ച് ഏറ്റവും ചെറിയ കണിക വരെ ആക്കി. ആദ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. അപ്പോഴും നമ്മൾ അതെടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ അതിന് പഞ്ചസാരയുടെ രുചി ഉണ്ടാകും. കണ്ടാ, ആ ലാസ്റ്റ് ആ കുഞ്ഞു കണികയ്ക്കും എന്തുണ്ടാകും? പഞ്ചസാരയുടെ എല്ലാ ഗുണങ്ങളും കാണിക്കും. ഇത്തരം ചെറു കണികകളെയാണ് നമ്മൾ പറയുന്നത് എന്ത്? തന്മാത്ര. എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്ന അവയുടെ തന്മാത്രകൾ കൊണ്ടാണ്. തന്മാത്രയ്ക്ക് ആ പദാർത്ഥത്തിന്റെ എല്ലാ സ്വഭാവങ്ങളും ഉണ്ടാകും. അപ്പൊ എന്താണ് തന്മാത്ര എന്നുള്ള കൺസെപ്റ്റ് അവിടെ പറയുന്നത്? ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളോടും കൂടി അതിന്റെ ഏറ്റവും ചെറിയ കണികയാണ് നമ്മൾ പറയുന്നത് തന്മാത്ര എന്ന് പറയുന്നത്. ഈ നമ്മുടെ ഭൂമിയിൽ എല്ലാ പദാർത്ഥങ്ങളും എന്താണ്? തന്മാത്രകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. ഓക്കെ, പഞ്ചസാര ലായനിയിൽ പഞ്ചസാര കാണാൻ കഴിയാതിരിക്കുകയും പഞ്ചസാരയുടെ ഗുണമായ മധുരം എല്ലാ ഭാഗത്തും ഒരേപോലെ കാണുന്നതിന്റെ രഹസ്യമാണ് ഈ പറയുന്നത് കേട്ടോ. അതായത് ഏതൊരു കുഞ്ഞു പാർട്ടിക്കിൾ എടുത്താലും അവിടെയും എന്തുണ്ട്? അതിന്റെ ആ ഒരു ഫുൾ രുചിയും ആ ഒരു ഗുണങ്ങളും ഉണ്ടാകും. ഇനി കണാദൻ. ആരാണ് കണാദമുനി? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. പുരാതന ഭാരതത്തിലെ തത്വചിന്തകനും പണ്ഡിതനുമായിരുന്നു കണാദൻ. BC 2ാം ശതകത്തിലെ 6ാം ശതകത്തിലോ ജീവിച്ചിരുന്നതായി അനുമാനിക്കുന്നു. വിഭജിക്കാൻ കഴിയാത്ത സൂക്ഷ്മകണങ്ങൾ ചേർന്നാണ് എന്തുണ്ടായിരിക്കുന്നത്? എല്ലാ പദാർത്ഥങ്ങളും രൂപപ്പെടുന്നതെന്ന് അദ്ദേഹം വിശ്വസിച്ചു. സൂക്ഷ്മകണങ്ങൾക്ക് അദ്ദേഹം നൽകിയ പേരാണ് എന്ത്? പരമാണു. പരമാണു എന്നാണ് അദ്ദേഹം അതിന് പേര് നൽകിയിരിക്കുന്നത്. അപ്പൊ കണാദമുനി പരമാണു വിഭജിക്കാൻ കഴിയാത്ത സൂക്ഷ്മകണങ്ങൾ കൊണ്ടാണ് എല്ലാ പദങ്ങളും നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞതാണ് നമ്മുടെ കണാദൻ. ഇനി തന്മാത്രകൾ അടുത്ത് മകളിലും അല്ലെ. നോക്കിക്കേ, പദാർത്ഥങ്ങൾക്ക് നമുക്കറിയാം ഖരമുണ്ട്, ദ്രാവകമുണ്ട്, വാതകമുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ഈ 3 അവസ്ഥകളാണ് അല്ലെ. ഇനി തന്മാത്രകൾ നോക്കിക്കേ, ഈ ഖരം എന്ന് പറയുന്നത് ഇവ ഇങ്ങനെ ക്ലോസ്ലി പാക്ഡ് ആയിരിക്കും. ദ്രാവകം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ലൂസ് ആയിരിക്കും. അതിന്റെ ഇടയ്ക്കൊക്കെ സ്പേസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ പഞ്ചസാര ഇട്ട് കഴിയുമ്പോഴേക്കും ഈ ഗ്യാപ്പിലൊക്കെയാണ് വന്ന ആ പഞ്ചസാര ലായനികൾ ഇത് വന്ന് ഫില്ലാവുന്നത്. വാതകമാവുമ്പോഴെന്താണ്? കുറച്ചും കൂടി അകലമായിരിക്കും. അപ്പൊ അവർക്ക് എന്താണ്? ഒരു സ്വാതന്ത്ര്യം, ഊർജ്ജം കൂടുതലായിരിക്കും എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഈ ഖരത്തിന്
നിശ്ചിത രൂപവും ആകൃതിയൊക്കെ കിട്ടുന്നത് ഇവ ക്ലോസ്ലി പാക്ഡ് ആയതുകൊണ്ടാണ്. ദ്രാവകം നമ്മൾ ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് ആ പാത്രത്തിന്റെ ഷേപ്പിലേക്ക് മാറുന്നത് അത് കുറച്ചും കൂടി എന്താണ് ലൂസ്ലി പാക്ഡ് ആയതുകൊണ്ടാണ്. ഉണ്ടോ? പദാർത്ഥത്തിന്റെ 3 അവസ്ഥകളിലും അവയുടെ തന്മാത്രകൾ സ്ഥിതി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. എങ്ങനെയാണ്? ഒന്ന് ക്ലോസ്ലി ആണ്, ഒന്ന് അത്രയുമല്ല, അടുത്ത എന്താണ് അതിലും ലൂസ് ആയിട്ടാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ആറ്റങ്ങളെ പറ്റി പറയുവാണേ. തന്മാത്രകളേക്കാൾ, അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ഇത് നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും ചെറിയ, അതിന്റെ എല്ലാ ഗുണങ്ങളും അടങ്ങിയ ഏറ്റവും ചെറിയ കണികയാണ് നമ്മൾ പറയുന്നത് തന്മാത്ര എന്ന്. തന്മാത്രകളേക്കാൾ ചെറിയ കണങ്ങളാണ് ആറ്റങ്ങൾ എന്ന് പറയുന്നത്. ആറ്റങ്ങൾ ചേർന്നാണ് എന്തുണ്ടാകുന്നത്? തന്മാത്ര ഉണ്ടാകുന്നത്. 2 ഹൈഡ്രജൻ ആറ്റങ്ങളും 1 ഓക്സിജൻ ആറ്റവും ചേർന്നാണ് എന്തുണ്ടാകുന്നത്? ജലതന്മാത്ര. ഹൈഡ്രജൻ ആറ്റം 2 എണ്ണം, 1 ഓക്സിജൻ ആറ്റം കൂടി ചേരുമ്പോൾ എന്തുണ്ടാകുന്നത്? ജലമായിട്ട് മാറും. 12 കാർബൺ ആറ്റങ്ങളും C12 H22O11 ഇതെന്നല്ലേ നമ്മുടെ പഞ്ചസാര ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. 12 കാർബണും 22 ഹൈഡ്രജൻ ആറ്റങ്ങളും 11 ഓക്സിജൻ ആറ്റങ്ങളും കൂടി ചേർന്നാണ് പഞ്ചസാരയുടെ ഒരു തന്മാത്ര എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ എന്താണ്? ആറ്റങ്ങൾ കൂടി ചേർന്നാണ് തന്മാത്ര ഉണ്ടാകുന്നത്. ഈ തന്മാത്രയാകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? അതിന് എല്ലാ ഗുണങ്ങളും ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ഒരു ഇതിന്റെ എല്ലാ ഗുണങ്ങളും അടങ്ങിയതിനെയാണ് നമ്മൾ തന്മാത്ര എന്ന് പറയുന്നത്. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളോടും കൂടി അതിന്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. പക്ഷെ ഈ തന്മാത്ര എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? കുറെ ആറ്റങ്ങൾ കൊണ്ട്. ആറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ഓരോന്നും വ്യത്യസ്ത ഗുണങ്ങളായിരിക്കും. മനസ്സിലായില്ലേ? ഇപ്പൊ കാർബണിന്റെ ഗുണമല്ല ഹൈഡ്രജന്റെ ഗുണമല്ല ഓക്സിജൻ, അവ 3 കൂടി ചേരുമ്പോഴാണ് തന്മാത്ര എന്ന് പറയുന്ന ഒരൊറ്റ പഞ്ചസാര തന്മാത്ര ഉണ്ടാകുന്നത്. ഇനി പറയുന്നത് പ്യുവർ സബ്സ്റ്റൻസ് ആണ്. ഒരേ ഇനം തന്മാത്രകൾ കൊണ്ടുണ്ടാക്കിയ പദാർത്ഥങ്ങളെയാണ് നമ്മൾ ശുദ്ധ പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. ഒരേ ഇനം പദാർത്ഥങ്ങളായിരിക്കണം. ഓക്കെ. നമ്മുടെ ശുദ്ധജലം എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ശുദ്ധ പദാർത്ഥത്തിന് ഉദാഹരണമാണ്. മലിനമില്ലാത്ത ജലം ഒരു ശുദ്ധ പദാർത്ഥമാണ്. കണ്ടോ? ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. മലിനമില്ലാത്ത ജലം ഒരു ശുദ്ധ പദാർത്ഥമാണ്. അതെല്ലാം എന്താണ്? ഒരേ ഇനം തന്മാത്രകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് മലിനപ്പെടണമെങ്കിൽ എന്താണ്? അതിനകത്തേക്ക് കുറെ സാധനങ്ങളൊക്കെ വരുമ്പോഴേക്കും എന്ത് വരും? അത് മലിനപ്പെടും. നോക്കിക്കേ, കണ്ടാ, ചെമ്പെന്ന് പറയുന്ന ഒരു ശുദ്ധ പദാർത്ഥമാണ്. അതിൽ ചെമ്പിന്റെ ഗുണം അല്ലെ, ഇരുമ്പ്, അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ശുദ്ധമാണ്. പിന്നെ എന്താണ്? ഹൈഡ്രജൻ, ഓക്സിജൻ, അത് രണ്ടും കൂടി കൂടിച്ചേരുന്ന ജലം, കാർബൺ, ഇതെല്ലാം എന്താണ്? ശുദ്ധ പദാർത്ഥങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഓക്കെ. ഇനി പറയുന്നത് ശുദ്ധമായ വെളിച്ചെണ്ണ ഒരു ശുദ്ധ പദാർത്ഥമാണോ എന്ന്. ശുദ്ധമായ വെളിച്ചെണ്ണ, ശുദ്ധമായ പാൽ, ശുദ്ധമായ നെയ്യ് എന്നിങ്ങനെയുള്ള പരസ്യങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ലെ. ശുദ്ധമായതെന്ന വാക്ക് ശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്നത് പരസ്യത്തിൽ ഉപയോഗിക്കുന്ന അർത്ഥത്തിലല്ല. ശുദ്ധമായ വെളിച്ചെണ്ണ എന്നാൽ അതിൽ മറ്റെണ്ണകളോ ഘടക പദാർത്ഥങ്ങളോ അടങ്ങിയിട്ടില്ല എന്നാണ് വിപണിയിൽ അർത്ഥമാക്കുന്നത്. ശാസ്ത്രീയമായി ചിന്തിക്കുമ്പോൾ എന്താണ്? വെളിച്ചെണ്ണ മറ്റു പല ഘടകങ്ങളുടെയും തന്മാത്ര അടങ്ങിയിരിക്കുന്ന ഒരു ഏകാത്മക മിശ്രിതമാണ്. അപ്പൊ വെളിച്ചെണ്ണ നമ്മുടെ ഒരു ശാസ്ത്രീയമായിട്ട് ചിന്തിക്കുമ്പോൾ അത് ശുദ്ധ പദാർത്ഥമാണോ? അല്ല. അതെന്താണ്? ഒരു ഏകാത്മക മിശ്രിതമാണ്. ഓക്കെ ആണല്ലോ. ഇനിയാണ് നമ്മൾ ഈ ശുദ്ധ പദാർത്ഥങ്ങളെ ഇവ എങ്ങനെയൊക്കെ നമുക്ക് തിരിക്കാന്ന് അല്ലെ. ഫസ്റ്റ് വൺ അവർ പറയുകയാണ് കുറെ സാധനങ്ങൾ മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. കുറച്ച് എന്താണ്? കല്ലും അരിയുമാണെന്ന് വെച്ചോ. അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അരിയെ നമ്മൾ പെറുക്കി കളയും അല്ലെ. ഇനി കാന്തം ഉപയോഗിച്ച് വേർതിരിക്കുന്നത് നോക്കിക്കേ. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെയും പറഞ്ഞു, നമ്മൾ കാന്തത്തിന്റെ ചാപ്റ്റർ പഠിച്ചു. ഇവിടെ കുറെ വേസ്റ്റ് ഇട്ടേക്കുവാണ്. അതിൽ കുറെ ഇരുമ്പിന്റെ സാധനങ്ങളുണ്ട്. നമുക്ക് അത് മാത്രം വേണം. എന്ത് ചെയ്യണം? ഈ പറയുന്ന ഒരു വലിയൊരു മാഗ്നറ്റ് അതിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. ഈ മാഗ്നറ്റിലേക്ക് എന്ത് വരും? ഈ പറയുന്ന കാന്തിക വസ്തുക്കളെല്ലാം അതിൻ്റെ അകത്തേക്ക് പിടിച്ചെടുക്കും. ഓക്കെ. ഘടക പദാർത്ഥങ്ങളുടെ സ്വഭാവ സവിശേഷതകളാണ് അവയുടെ വേർതിരിക്കൽ പ്രക്രിയയിൽ പ്രയോജനപ്പെടുത്തുന്നത്. നോക്കിക്കേ, നമ്മുടെ ചായയിൽ നിന്ന് ചായപ്പൊടി വേർതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? അരിച്ചെടുക്കും അല്ലെ. അരി വേവിക്കുന്നതിന് മുമ്പ് കഴുകുമ്പോൾ അരിയിൽ നിന്ന് ചെറിയ കല്ലുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? പെറുക്കിയെടുക്കും. കലങ്ങിയ വെള്ളം ശുദ്ധീകരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്താൽ മതി? കുറച്ചു നേരം അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കത് ശുദ്ധീകരിച്ച് കിട്ടും. പിന്നെ അതിന് കുറെ ശാസ്ത്രീയമായ വശങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഫിൽറ്ററും അത് 7ാം ക്ലാസ് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ക്ലാരിഫ്ലോക്കുലേഷൻ, അതേപോലെ ക്ലോറിനേഷൻ ഒക്കെ പറഞ്ഞാൽ അത് ശുദ്ധമാക്കുന്നതിന്റെ കുറെ പ്രോസസ്സ് ഉണ്ട്. ഇനി കണ്ട, വീട്ടിൽ ഉപയോഗിക്കുന്ന മണലിൽ നിന്ന് ചരലും മറ്റും മാലിന്യങ്ങളും വേർതിരിക്കുന്നത് എങ്ങനെയാണ്? അരിച്ചെടുക്കും അല്ലെ. നമ്മൾ ഈ വീട് പണിക്കൊക്കെ കാണും, ഇങ്ങനെ അരിച്ചൊക്കെ എടുക്കും. കണ്ടോ, തൈരിൽ നിന്ന് വെണ്ണ വേർതിരിച്ചെടുക്കുന്നത് കടഞ്ഞെടുക്കും. അങ്ങനെ പല കാര്യങ്ങളിലും നമ്മൾ എന്താണ് ഈ പറയുന്ന വസ്തുക്കൾ വേർതിരിച്ചെടുക്കാറുണ്ട്. നെക്സ്റ്റ് പറയുന്നത്, അപ്പോൾ ഓക്കെ, നമ്മുടെ ചുറ്റുവട്ടത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. എങ്ങനെയൊക്കെയാണ് ഓരോന്നും വേർതിരിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. എങ്ങനെയൊക്കെയാണ് അരിച്ചെടുക്കും, പെറുക്കിയെടുക്കും, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിനുള്ളിലും ഉണ്ടല്ലേ ഈ പറയുന്ന മാലിന്യങ്ങൾ. നമുക്കറിയാം വൃക്ക അല്ലെ.
രക്തത്തിൽ നിന്ന് മാലിന്യങ്ങളെ അരിച്ചു മാറ്റുന്ന അരിപ്പകളാണ് വൃക്കകൾ എന്നറിയപ്പെടുന്നത്. നമ്മുടെ ശരീരത്തിൽ ഏകദേശം 5 ലിറ്റർ രക്തമാണുള്ളത്. ഈ രക്തം നിരന്തരമായി നമ്മുടെ വൃക്കകളിലൂടെ അരിക്കലിന് വിധേയമാക്കുന്നുണ്ട്. ഇത് ശരീരത്തിൽ സ്വാഭാവികമായി നടക്കുന്ന പ്രക്രിയയാണ്. വൃക്കകൾക്ക് തകരാർ സംഭവിച്ചാൽ ഈ അരിക്കൽ പ്രക്രിയ കുറഞ്ഞത് ഗുരുതരമായ രോഗാവസ്ഥയിൽ ഈ അരിക്കൽ പ്രക്രിയ കുറഞ്ഞ് എന്ത് പറ്റും? രോഗി ഗുരുതരമായ രോഗാവസ്ഥയിലേക്ക് മാറുന്നുണ്ട്. ഇത്തരം രോഗികളെ സഹായിക്കുന്ന കൃത്രിമ അരിക്കൽ പ്രക്രിയയാണെന്ന് ഡയാലിസിസ് എന്ന് പറയുന്നത്. വളരെ കോംപ്ലിക്കേറ്റഡ്. നമുക്ക് ഭയങ്കര എൻ്റെ അച്ഛന് ചെയ്യുന്നുണ്ട്. ആഴ്ചയിൽ 3 തവണ ഡയാലിസിസ് ചെയ്യുന്നുണ്ട് അച്ഛന്. അതായത് നമ്മൾ അവിടെ പോയിട്ട് ഒത്തിരി മണിക്കൂർ, ഏകദേശം ഒരു 4-5 മണിക്കൂർ നമ്മൾ ഇങ്ങനെ കിടന്നു കൊടുക്കണം. അപ്പോൾ എന്ത് പറ്റും? നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഇവരിങ്ങനെ എടുത്തിട്ട് ഒരു ഇതിലൂടെ പോയി ഈ മെഷീനിലൂടെ പോയിട്ട് അത് പ്യൂരിഫൈ ചെയ്തിട്ട് തിരിച്ച് അതേപോലെ തന്നെ നമ്മുടെ കയ്യിലേക്ക് ശരീരത്തിലുള്ളിലേക്ക് കയറ്റും. അതിനെയാണ് നമ്മൾ ഡയാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ചിലവർക്ക് അത് നമ്മുടെ വൃക്കയുടെ കണ്ടീഷൻ അനുസരിച്ച് ചിലവർക്ക് വീക്ക്ലി വൺസ് അല്ലെ മന്ത്ലി വൺസ് ചെയ്താൽ മതിയാകും. ചിലവർക്ക് അത് വീക്ക്ലി ട്വൈസ് ആയിരിക്കും. പക്ഷേ ചിലവർക്ക് അത് ചിലവർക്ക് ഡെയിലി ചെയ്യേണ്ടവരുണ്ട്. എനിക്ക് അച്ഛനെ ഇപ്പോൾ വീക്കിലി 3 തവണയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഡയാലിസിസ് എന്താണെന്നുള്ളതും അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ നന്നായിട്ട് കാര്യം. അപ്പോൾ എന്താണ് നമ്മൾ നമ്മുടെ ബോഡി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. വൃക്കകളൊക്കെ തകരാറിലായി കഴിഞ്ഞാൽ അത് വളരെ ചെറിയ അച്ഛൻ പറയും കുഞ്ഞ് 10-20 വയസ്സുള്ള പെൺപിള്ളേരും അതേപോലെ ആൺപിള്ളേരും ഒക്കെ അവിടെ ചെയ്യാനായിട്ട് വരുന്നുണ്ടെന്നുള്ളത്. കാര്യം നമ്മുടെ ലൈഫ് സ്റ്റൈലാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളും അസുഖങ്ങളിലേക്കൊക്കെ നമ്മളെ എത്തിക്കുന്നത്. ശുദ്ധപദാർത്ഥങ്ങളും മിശ്രിതങ്ങളും നാം നിത്യജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മിശ്രിതങ്ങളുടെയും ശുദ്ധപദാർത്ഥങ്ങളുടെയും സവിശേഷതകളൊക്കെയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ എക്സാമിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ഇതിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളൊരു ഐഡിയ കിട്ടും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നാളെ വൈകിട്ട് നമുക്ക് ഈ 2 ചാപ്റ്റേഴ്സിൻ്റെ മോക്ക് ടെസ്റ്റ് ആയിരിക്കും. അതായത് 6ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററും 6ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററും. ഓക്കെ, അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പോർഷൻ ഏകദേശം അതായത് ഇതുവരെ ഇറങ്ങിയ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പോർഷൻ നമ്മൾ ഇന്നലത്തോടുകൂടി കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പോർഷനും അതിൻ്റെ മോക്ക് ടെസ്റ്റും കഴിഞ്ഞിട്ടുണ്ട്. ഇനി 6ാം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്റർ, 6ാം ക്ലാസ്സിലെ സെക്കൻഡ് ടെക്സ്റ്റ് ബുക്ക്, 8ാം ക്ലാസ്സിലെ സെക്കൻഡ് ടെക്സ്റ്റ് ബുക്ക്, 10ലെ സെക്കൻഡ് ടെക്സ്റ്റ് ബുക്ക്, ഇത് 3 കൂടി വന്നാലേ അതിൻ്റെ അകത്തുനിന്ന് ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് എന്തെങ്കിലും ഉണ്ടാവും നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് നമുക്ക് അതും കൂടി ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മോക്ക് ടെസ്റ്റിനുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തൊരു ചാപ്റ്റർ നമ്മുടെ ഡെയിലി ബൂസ്റ്റൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്